ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 15 വെണ്ടക്കായ ഇതേപോലെ നല്ല നീളത്തിൽ നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു തിക്നെസ് മതി കേട്ടോ ഇതുണ്ടാക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യമുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി. ഇതിലേക്ക് ഇനി ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എല്ലായിടത്തും മസാല നന്നായിട്ട് കോട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ വെണ്ടയ്ക്കയുടെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ നോൺ വെജ് ഒന്നും ഇല്ലാത്ത ദിവസങ്ങളൊരു ഫ്രൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം കഴിക്കണം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ തൈര് സാലത്തിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതൊന്ന് 1-2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഈ ഡിഷ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഉണ്ടാക്കാനായിട്ട്. അല്ലെങ്കിൽ വെണ്ടക്കായ കുക്കായി വരില്ല, പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കുകയും ചെയ്യും. ഞാനിപ്പോൾ വീണ്ടും ഒരു 1/4 ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ നല്ല സ്പൈസി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് പരത്തി വെക്കണം. അപ്പോൾ ആ ചെറിയ ചൂടിൽ കിടന്ന് വെണ്ടക്കായൊക്കെ നന്നായി കുക്കായി നന്നായിട്ട് ചുങ്ങി വരും. അപ്പോഴാണ് ഇതിൻ്റെ ഒരു റിയൽ ടേസ്റ്റ് നമുക്ക് കിട്ടുക. നമ്മൾ ഹെൽത്തി ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണയൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് ആയി വരാനായിട്ട്. പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പകുതി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു പുളി വരുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഈ വെണ്ടയ്ക്ക ഫ്രൈക്ക്. നിങ്ങൾക്ക് പുളി ഇഷ്ടമില്ലെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ. വീണ്ടും നമുക്കിതേപോലെ ലോ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്യാം. കണ്ടോ, ഇതേപോലെ വെണ്ടക്കായ നന്നായിട്ട് ചുങ്ങി വരും. അതുവരെ നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പം നമ്മുടെ സ്പെഷ്യൽ വെണ്ടയ്ക്ക ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.